നമ്മളെല്ലാവരും വൈറ്റ് ഡ്രസ്സാണല്ലേ. ഇതിപ്പോൾ റെഡോ ബ്ലാക്കോ ആണെങ്കിൽ ഉണ്ടല്ലോ സീനാകെ മാറിയിരുന്നു. അതായത് ഈ വാലന്റൈൻസ് ഡേക്ക് ഈ ബ്ലാക്ക് റെഡ് എന്നുള്ളത് ഡിഫറൻസ് ആണ്, ഓരോന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് വന്നു കഴിഞ്ഞാൽ വാലന്റൈൻസ് ഡേക്ക് ആൾ സിംഗിളാണ് എന്നുള്ള അത്ര സൂചിപ്പിക്കണത്. നേരെ മറിച്ച് റെഡ് ഡ്രസ്സാണ് ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആൾ കമ്മിറ്റഡ് ആണ് എന്നുള്ള അത്ര പൊതുവേ സമൂഹത്തിലുള്ളൊരു ധാരണയാണ്. അതായത് പ്രത്യേകിച്ച് ഈ കമ്മിറ്റഡ് ആയ ആളുകൾക്കിടയിൽ സിംഗിൾസിന് ദുഃഖാചരണ ദിനമാണ് വാലന്റൈൻസ് ഡേ, അന്ന് നിങ്ങളത് ചെയ്താൽ മതി എന്നുള്ള നിലക്കാണ്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും അവർ വീടിൻ്റെ ഉള്ളിൽ റൂം വാതിൽ അടച്ചിട്ടിട്ട് ശോകഗാനം കേട്ടിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല. ആ ശോകാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വരികളുണ്ടല്ലോ. ഈ ശരിക്ക് ഈ സിംഗിൾസ് അന്ന് നല്ല ഡിപ്രഷനിലാണെന്നൊക്കെ പറഞ്ഞു. ശരിക്കും അങ്ങനെയല്ല, അവർക്ക് അന്ന് പ്രത്യേകിച്ച് ഡിപ്രഷനൊന്നുമില്ല. ഈ ആർക്ക് ചോക്ലേറ്റ് കൊടുക്കണം, എന്താ ഇപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ആലോചനയില്ല. നല്ല സുഖമായി ഉറങ്ങാം. അതാണ് ഇവിടെ നമുക്ക് പറയാൻ വേണ്ട നല്ലൊരു കാര്യമുണ്ട്. അതായത് സിംഗിൾസ് ഒന്നും ഡിപ്രഷനിലല്ല, ഒരു ഡീപ്പ് റെസ്റ്റിലാണ്. ഈ ശരിക്കപ്പേ ഈ വാലന്റൈൻസ് ഡേ പറഞ്ഞാൽ എന്താവും? ഞാൻ തന്നെ ആലോചിക്കണത് ഇതെങ്ങനെ ഈ വാലന്റൈൻസ് ഡേ എന്നുള്ള ഒരു ദിനമായിട്ട് മാറി എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ നല്ല രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. അത് പണ്ട് കാലത്ത്, അത് 3-ാം നൂറ്റാണ്ടിൽ ക്ലോഡിയസ് രണ്ടാമെന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അതായത് അന്നത്തെ പട്ടാളക്കാർക്കൊന്നും കല്യാണം കഴിക്കാൻ ആളെ സമ്മതം കൊടുത്തിരുന്നില്ല. കാരണം കുട്ടികളും പെണ്ണുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് പേടിയും പിന്നെ അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കാനൊന്നും തയ്യാറാവില്ലല്ലോ. അപ്പോൾ അന്നത്തെ അവിടെ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു, സെയിൻറ്റ് വാലന്റൈൻ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ ആളെന്ത് ചെയ്തു, രാജാവ് അറിയാതെ നൈസായിട്ട് പട്ടാളക്കാർക്ക് കല്യാണം കഴിപ്പിച്ചെടുത്തു. അപ്പോൾ ഇതറിഞ്ഞ രാജാവ് എന്ത് ചെയ്തു, ആളെ വിളിച്ച് തടവിലടക്കുകയും വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഭാഗമായിട്ടാണ് എന്ത് പറയുന്നത് വാലന്റൈൻസ് ഡേ നമ്മൾ ലോകത്തെ ആചരിക്കുന്നത്. ഇതിപ്പോൾ വാലന്റൈൻസ് ഡേ അങ്ങനെ, പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ പ്രണയമായിട്ട് ബന്ധപ്പെടുന്നത്. അത് ഈ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്, ഈ ജെഫ്രി ചോസർ പറഞ്ഞ ആൾ. അദ്ദേഹം 1380 ദി പാർലമെൻറ്റ് ഓഫ് ഫൗൾസ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഈ വാലന്റൈൻസ് ദിനത്തിലാണ് പക്ഷികൾ അവരെ ഇണയെ തേടുന്നത് എന്നുള്ളൊരു ലൈൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈനാണ് പിന്നെ കവിതയാണല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ അത് റൊമാൻസും ലവും തമ്മിലും ഈ വാലന്റൈൻസ് ഡേ ആയിട്ട് കണക്റ്റഡ് ആവണത് ഈ ഒരു ലൈന് കൊണ്ടാണ്. വേറൊരു ചൊല്ലുണ്ട്, ഈ അമേരിക്കൻ കമ്പനിയായ ഹോൾമാർക്ക് കാർഡ്സ് എന്നുള്ളതുണ്ട്. അവരവരുടെ ഈ കാർഡ്സൊക്കെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസമായിട്ട് അതിന് കണ്ട്. ഇത് എത്ര ശരിയുണ്ട് എന്നുള്ളത് അറിയില്ല, കുറേ റൂമറുകളുണ്ട്. അപ്പോൾ അവർ ഈ ഒരു ദിവസത്തെ അവർ കണ്ടുപിടിച്ചതല്ല, പക്ഷേ ഇതൊരു ഗ്ലോബൽ ഈവൻ്റ് ആക്കി മാറ്റിയത് ഈ ഒരു കമ്പനിയാണെന്നുള്ളത് പറയും. ഈ ഗ്ലോബൽ ഇവൻ്റ് എന്നുള്ളത് അത് പ്രമുഖ ബ്രാൻഡഡ് കമ്പനികൾ മുതലെടുത്തിട്ട് പുതിയ പ്രൊഡക്റ്റ് അതിനനുസരിച്ച് ഇറക്കുമതി ചെയ്യണു. അതാണ് ഇപ്പോൾ വാസ്തവം, യാഥാർത്ഥ്യം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കൺസ്യൂമേഴ്സ്. ശരിക്കും ഇതൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് കമ്പനികളുടെ വക. അതായത് നമ്മുടെ നാട്ടിലത്തെ പരസ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ടി വിയിലും അതുപോലെ തന്നെ ഫോണിലൊക്കെ വരുന്ന സംഭവങ്ങൾ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്നലെ ഫ്ലിപ്കാർട്ട് എടുത്ത് നോക്കിയതാ, ഫുള്ള് വാലന്റൈൻസ് ഡേൻ്റെ പരസ്യങ്ങളാണ് മൊത്തം. അതാണ് ഫുള്ള്. അത് വേറെ നേരത്തെ പറഞ്ഞ സംഭവമുണ്ട്, റെഡ് ഡ്രസ്സുമായിട്ടൊന്നും ബന്ധപ്പെട്ടല്ലോ. ഫുള്ളൊരു റെഡ് തീമാണ് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മൊത്തം കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്, സിൽക്ക് ഡയറി മിൽക്ക് സിൽക്ക് കൊടുത്താൽ നിങ്ങൾ പ്രണയിക്കാം, നിങ്ങളെ സിൽക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കണ്ട. അതാണ് കമ്പനികൾ പറയുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. ഈ പണ്ടൊക്കെ സ്നേഹം കാണിക്കാൻ കത്തെഴുതിയാൽ മതിയായിരുന്നു, ചിലവില്ല. പക്ഷെ ഇന്നിപ്പോൾ എങ്ങനെ വെച്ചാൽ 200 റുപ്യയുടെ സിൽക്ക് വാങ്ങിക്കൊടുത്താലേ പ്രണയം നടക്കുള്ളൂ. ചുരുക്കത്തിൽ കാശില്ലാത്തവന് പ്രണയിക്കണ്ടെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നോക്ക്, പാവപ്പെട്ടവർ തീരെ പ്രണയിക്കണ്ട എന്നുള്ളൊരു വ്യത്യാസം വരില്ലേ. ഇവിടെയാണ് ഇപ്പോൾ പരിശുദ്ധ ഇസ്ലാമും മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, വിവാഹത്തിലേക്ക് വരിക, വിവാഹത്തിന് ശേഷം സുന്ദരമായി പ്രണയിച്ചോ എന്നുള്ളതാണ് പറയുന്നത്. ഇത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നോക്കിയാൽ നമുക്ക് നല്ലൊരു പ്രണയത്തിൻ്റെ നല്ലൊരു വേർഷൻ കാണാം. ഇപ്പോൾ ആയിഷ ബീവിയുടെ ഒരു ചരിത്രം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ആയിഷ ബീവി കുടിച്ച ഭാഗത്തു നിന്ന് തന്നെ നോക്കിയിട്ട് റസൂലുള്ള ആ ഗ്ലാസിൻ്റെ ആ ഭാഗം നോക്കി കുടിക്കുന്ന രംഗം, അത് ആ ചരിത്രം പറയുമ്പോൾ നല്ല പ്രത്യേകിച്ച് കപ്പിൾസിനൊക്കെ നല്ല കണക്ക്. വേറെ ചരിത്രം നോക്കി നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി നിൽക്കുകയാണ്. ആ സമയത്ത് ഭക്ഷണം കൊണ്ടുവന്ന സമയത്ത് ആയിഷ ബീവി ദേഷ്യത്തിൽ മേടിച്ച് പൊട്ടിച്ചിട്ടു. ഈ പൊട്ടിച്ചിട്ട സമയത്ത് നമ്മളൊക്കെ ആണെങ്കിൽ റിയാക്ട് ചെയ്തിരുന്നു, അവിടെ പ്രശ്നമായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാമ്യൻ കോയിട്ടായിട്ട് ശാന്തനായി വന്നിട്ട് ആ പാത്രങ്ങൾ പെറുക്കിയെടുത്തു. അന്നേരം എന്തായി, അത്ര നേരം ബി പി ആയത് ആയിഷ റളിയല്ലാഹു അൻഹ എന്തായിക്കണു, കാമായിട്ട് അടിക്ക് വന്നു, സ്നേഹം കൂടി. അവിടെ ഇതൊക്കെ ഒരു മാതൃകയാണ്. ശരിക്കും ഇത്ര നല്ലൊരു മാതൃക ഉണ്ടായിട്ടും ഇന്നത്തെ ലോകമാകെ വഴിതെറ്റിയില്ലേ.
ഇന്നിപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങളാണ്. സിറ്റുവേഷൻഷിപ്പ്, റിലേഷൻഷിപ്പ്, ബെസ്റ്റ്, ലിവിങ് ടുഗദർ, പിന്നെ കുറേ സാധനങ്ങളുണ്ടല്ലോ. യഥാർത്ഥ പ്രണയം ഒന്ന് മരിച്ചുപോയി. മനസ്സിലാവും. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ലംയുറാലിൽ മുത്തഹാബൈനി മിസ്ലു നിക്കാഹ് എന്നുള്ളത്. ഇത് പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് പേർക്ക് ഏറ്റവും നല്ലത് എന്നുള്ളത്, നന്നായി കാണപ്പെടുന്നത് അത് നിക്കാഹാണ് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സ്റ്റാൻഡ്. കീപ് അവർ ലവ് സേഫ്, മേക്ക് ഇറ്റ് ഹലാൽ. അത് ഞാൻ പറഞ്ഞ അതന്നെ. അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു മാർഗ്ഗമുണ്ട് നമ്മുടെ പ്രണയം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ പ്രണയത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് മദീനയിലാണ്. പിന്നെ ആ മദീനയിലെ രാജകുമാരനിലേക്ക് ആ പ്രണയം വഴിമാറും. പിന്നെ ആ രാജകുമാരൻ നമുക്ക് മുന്നോട്ട് വെച്ചുന്ന ചില മാർഗങ്ങളുണ്ട്. അതിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ പ്രണയം യഥാർത്ഥത്തിൽ ശാശ്വതമായി മാറുന്നത്.